ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അധ്യാപകർക്കും നമസ്കാരം. ഇനി ഇൻ്റർവ്യൂവിന് തയ്യാറെടുക്കുന്നവർ ഈ പറയുന്ന കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കണേ. ഒന്നാമതായിട്ട് പേരിൻ്റെ അർത്ഥം. നിങ്ങളുടെ പേരിന് എന്തെങ്കിലും അർത്ഥമുണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ചില പേരിന് പര്യായ പദങ്ങളുണ്ടാവാം, അത് ശ്രദ്ധിക്കുക. ഏതെങ്കിലും നോവലിസ്റ്റിൻ്റെ പേരുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ആ നോവലിസ്റ്റിൻ്റെ മറ്റ് നോവലുകൾ ഏതൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കുക. ഏതെങ്കിലും സ്ഥലവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ആ സ്ഥലത്തെ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടെങ്കിൽ ആ പ്രത്യേകതകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്ന ദിവസത്തെയും തലേ ദിവസത്തെയും വാർത്ത ന്യൂസ് പേപ്പർ നന്നായിട്ട് വായിച്ചിട്ട് പോവുക. ചിലപ്പോൾ തലേ ദിവസത്തെ പ്രധാന വാർത്ത ഏതാണ് എന്നുള്ള രീതിയിലും ചോദ്യം വരാം. അധ്യാപകർ അപ്ഡേറ്റ് ആയിരിക്കണമല്ലോ. അപ്പോൾ അത് അപ്ഡേറ്റഡ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ചിലപ്പോൾ ഇങ്ങനെ പരീക്ഷണ ചോദ്യങ്ങളൊക്കെ വരാമെന്നുള്ളതാണ്. അടുത്തത്, നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്ന ദിവസം അന്നത്തെ ദിവസം നോട്ട് ചെയ്യുക. എന്തെങ്കിലും പ്രത്യേകത ഉള്ള ദിവസമാണെങ്കിൽ അതിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ആ ദിവസത്തിൻ്റെ പ്രാധാന്യം ഒന്ന് മനസ്സിലാക്കിയിട്ട് പോകുന്നത് നല്ലതാണ്. പിന്നെ മറ്റൊന്ന്, ഇപ്പോൾ ലഹരിയുടെ ഉപയോഗം വളരെ കൂടുതലാണല്ലേ. അപ്പോൾ ലഹരി ബോധവൽക്കരണ ക്ലാസ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ലഹരിക്കെതിരെ ക്ലാസ്സിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നൽകാം എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ മറ്റൊന്ന്, ഗാന്ധി ജയന്തിക്ക് സ്കൂളിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഒരു ചോദ്യം ഈ 2025 ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഗാന്ധി ജയന്തിക്ക് സ്കൂളിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകൾ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാട് എന്തൊക്കെയാണ്? ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാട് അദ്ദേഹം പറയുന്നത് കേവലം അക്ഷരാഭ്യാസമല്ല വിദ്യാഭ്യാസം, ആത്മസാക്ഷാത്കാരമാണ് വിദ്യാഭ്യാസത്തിൻ്റെ പരമമായ ലക്ഷ്യമെന്നാണ് ഗാന്ധിജി പറയുന്നത്. ഒപ്പം നന്മതിന്മകളെ വേർതിരിച്ചറിയാനുള്ളൊരു കഴിവ് വിദ്യാഭ്യാസത്തിലൂടെ നേടണം. ദരിദ്രരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അത് പരിഹരിക്കാനുമുള്ളൊരു കഴിവ് കുട്ടികൾക്കുണ്ടാവണം. അതായിരിക്കണം വിദ്യാഭ്യാസം എന്നും ഗാന്ധിജി പറയുന്നുണ്ട്. മറ്റൊരു പോയിൻ്റാണ്, വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി ഭാഗിക തൊഴിൽ കൂടി നിർബന്ധമാക്കണം. അതെന്തിനാണ്? കേവലം വിദ്യാഭ്യാസത്തിന് വേണ്ട പണം ഉണ്ടാക്കാനല്ല, തൊഴിൽ ചെയ്യുന്നത് വ്യക്തിത്വ പരിശീലനം കൂടിയാണ് എന്ന് കുട്ടികളിൽ ഒരു ബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നുള്ളതാണ്. അതായത് സ്വയം പര്യാപ്തത. അപ്പോൾ ഇത്തരത്തിലുള്ള പോയിന്റുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അതേപോലെ നമ്മുടെ നാഷണൽ ആന്തം കമ്പോസ് ചെയ്തത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ ദർശനങ്ങൾ 1-2 പോയിന്റുകൾ കൂടി പറയാം. ഗാന്ധിജിയുടെ കാഴ്ചപ്പാട് പോലെ തന്നെ ആത്മസാക്ഷാത്കാരമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമെന്നാണ് ടാഗോർ പറയുന്നത്. അതേപോലെ കുട്ടികളിൽ ഭാവനാശേഷി, അതേപോലെ തന്നെ സർഗപരത, യുക്തിചിന്ത തുടങ്ങിയ ഭൗതിക ശേഷികൾ വികസിപ്പിക്കുന്നതാവണം വിദ്യാഭ്യാസം എന്ന് പറയുന്നു. കുട്ടിക്ക് തൻ്റെ പഠന രീതികൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്നും മാതൃഭാഷയിലാവണം ബോധന മാധ്യമമെന്നും പറയുന്നു. മറ്റൊരു പോയിന്റ്, പ്രകൃതിയുമായി ഇണങ്ങിയുള്ള വിദ്യാഭ്യാസമാണ് നൽകേണ്ടത് എന്നാണ് ടാഗോറുടെ വിദ്യാഭ്യാസ അഭിപ്രായം. എന്താണ് പ്രകൃതിയുമായി ഇണങ്ങിയുള്ള വിദ്യാഭ്യാസം? ഈ ഒരു പോയിന്റ് പറയുമ്പോൾ നമ്മൾ റൂസോയിനും കൂടി ഓർക്കണം. എന്താണ് റൂസോ പറയുന്നത്? എന്താ? പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിപ്പിക്കണമെന്നാണ് വിദ്യാഭ്യാസ ദാർശനികനായ റൂസോ പറയുന്നത്. റൂസോയുടെ പ്രധാന കൃതിയാണ് എമിലി എന്നുള്ളത് അല്ലേ, എമിലി. പിന്നെ നമ്മുടെ ടാഗോറിലേക്ക് വരികയാണ്. ക്ലാസ് മുറിക്ക് പുറത്ത് വിശാലമായ ലോകമാണ് കുട്ടികൾ പഠന വിഷയമാക്കേണ്ടതെന്നും രവീന്ദ്രനാഥ ടാഗോർ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടിൽ പറയുന്നുണ്ട്. ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ്, ഗണിതം എങ്ങനെ പ്രൈമറി ക്ലാസ്സിൽ പഠിപ്പിക്കാം എന്നുള്ളത്. ഗണിതം എങ്ങനെ പ്രൈമറി ക്ലാസ്സിൽ പഠിപ്പിക്കാം? കുട്ടികൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയമാണ് ഗണിതം എന്നുള്ളത്. അപ്പോൾ പ്രൈമറി ക്ലാസ്സിൽ എങ്ങനെയാണ് അത് കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ള ചോദ്യം വരാം. അതുപോലെ തന്നെ ഈ ചില സംഖ്യകൾ തന്നിട്ട് ഇപ്പോൾ 5 എന്നുള്ള നമ്പർ എങ്ങനെയാണ് കുട്ടികളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ 4 എന്ന സംഖ്യ നിങ്ങൾ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കും എന്നുള്ള രീതിയിലും ചോദ്യങ്ങൾ വരാം. മറ്റൊരു പ്രധാന ചോദ്യമാണ് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ് ടീച്ചിങ് മാനുവലിൻ്റെ ഘടന അല്ലെങ്കിൽ പ്രോസസ്സ്.
അധ്യാപകരായ നമുക്ക് ടീച്ചിങ് മാനുവലിൻ്റെ പ്രോസസ്സ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ടീച്ചിങ് മാനുവലിൻ്റെ പ്രോസസ്സ് ആ രീതിയിൽ തന്നെ ചോദിക്കണം എന്നില്ല. ഒരു പീരീഡ് ഇപ്പോൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ ടീച്ചർ ക്ലാസ്സിലില്ല, ആ ക്ലാസ്സിൽ നിങ്ങൾ പോയി പഠിപ്പിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ഒരു ടീച്ചിങ് മാനുവലിൻ്റെ പ്രോസസ്സ് എങ്ങനെയായിരിക്കും നിങ്ങൾ ആ ഒരു പീരീഡ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ ചോദിക്കാം. ഡയറക്റ്റ് ടീച്ചിങ് മാനുവലിൻ്റെ മെത്തേഡ് ചോദിക്കാതെ ഏതെങ്കിലും ഒരു വിഷയവുമായി കണക്റ്റ് ചെയ്തിട്ടുള്ള രീതിയിലും ചിലപ്പോൾ ചോദിക്കാമെന്നുള്ളതാണ്. അതുപോലെ മാർച്ച് മാസത്തിലെ പ്രധാന ദിനാചരണങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. മാർച്ച് മാസത്തിലെ പ്രധാന ദിനാചരണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോട്ട് ചെയ്യുക. പിന്നെ പരിസര പഠനം കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കാം എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ വരാം. പരിസര പഠനം എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ സാമൂഹ്യ ശാസ്ത്രം എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കാം എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. എൻ്റെ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ, അതുപോലെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.